ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി പൊക്കാളി ഇഡ്ഡലിയാണ്. നല്ല ചുവന്ന നിറത്തിൽ തവിടോടുകൂടി കിട്ടുന്ന ഈ അരിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും വിറ്റമിനുകളും ഉണ്ട്. ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തോട്ടം സുഗമമാക്കാനും ഷുഗർ കുറയ്ക്കാനും തടി കുറയ്ക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് ഈ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പൊക്കാളി അരി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാഴി പൊക്കാളി എടുത്തിട്ടുണ്ട്. ഒരു നാഴി മട്ടരി. ആ പൊക്കാളി അരി പച്ചരിയാട്ടോ. ഇതിൽ തന്നെ നമുക്ക് പുഴുങ്ങലരിയും വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത് പച്ചരിയാണ്. നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അര നാഴി ഉഴുന്നെടുക്കുക, ചെറിയ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഇത് നല്ലപോലെ കഴുകി നിറയെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് രണ്ടും കൂടെ 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. പൊക്കാളി അരി കുതിരാൻ നല്ല സമയം എടുക്കും കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ ഇത്രയും നല്ലത്. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, കണ്ടോ. ഇത് ഉഴുന്ന് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു കരണ്ടി മട്ടരി ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. മട്ടരി ചോറ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മട്ട അവിൽ കിട്ടുക, അത് ചേർത്ത് കൊടുക്കുക. ചോറാകുമ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി 3 പ്രാവശ്യമായിട്ടാട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഉഴുന്ന് ലാസ്റ്റ് പോയി നിൽക്കുന്നുണ്ടാവും, നമ്മൾ ആദ്യം അരച്ച് ചേർത്തല്ലേ. അപ്പോൾ ഈ അരിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇഡ്ഡലി മാവ് പൊങ്ങിയെന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇഡ്ഡലി ഒഴിക്കുന്നത് അതുപോലെ ഒഴിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊക്കാളി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേ സോഫ്റ്റ്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, പൊക്കാളി അരി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. സാധാരണ അരിയെ വെച്ച് നോക്കുമ്പോൾ ഇതല്പം വില കൂടുതലാണ്. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ലഭ്യത കുറവോ, അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്ന രീതിയാണ്. ഇപ്പോഴും പാരമ്പര്യ രീതിയിലാണ് ഇവർ കൃഷി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ നമ്മൾ തടി കുറയാനാണ്, അതുപോലെ ഷുഗർ കുറയാനാണ് പറഞ്ഞ് ഒരുപാട് പരീക്ഷണം നടത്തുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡ്രിങ്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പൈസ ചിലവാക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ പേര്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.